പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരുടെ സായം സന്ധ്യയിൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ മഞ്ചിൽ കടന്നു വന്ന് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നൽകിയ സാവകാശ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻസ് സിസ്റ്റർ റോസിൻ സുരേഷ് ഈറോഡ്, മറ്റ് അഡ്മിൻസ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ക്രിസ്തുവേശുവിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു പാട്ടുപാടി വചനഘോഷത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. यीशु नाम मिला, यीशु नाम मिला, मेरा जीवन सवर गया, मेरा जीवन सवर गया. यीशु नाम मिला, यीशु नाम मिला, मेरा जीवन सवर गया, मेरा जीवन सवर गया. मैं लहू के कतरों को मेरे लिए बहा दिया, जान बदन देकर यीशु मुझे को बचा लिया. तेरे लहू से, यीशु के लहू से, तेरे लहू से, मसीह की लहू से, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया. तेरा नाम को जेता है वो जी जिंदगी पाता है, तेरे नामों में रूह इनाम पाता है. तेरे रूह से, तेरे रूह से, यीशु के रूह से, खुदा के रूह से, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया. यीशु नाम मिला, यीशु नाम मिला, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया. मैं तेहू के कदरों को मेरे लिए बहा दिया, जान बदन देकर यीशु मुझे को बचा लिया. तेरे लहू से, तेरे लहू से, यीशु के लहू से, मसीह के लहू से, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया. यीशु नाम मिला, यीशु नाम मिला, मेरा जीवन सवर गया, 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 मेरा जीवन सवर गया. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സായം സന്ധ്യയിൽ ഒരു പ്രാവശ്യം വചനവുമായി നിങ്ങൾ മുമ്പിൽ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്താൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. വെളിപ്പാട് 5:9. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട്
സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ള ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അവർ ഒരു പുതിയ പാട്ട് പാടി എന്നവിടെ എഴുതിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ബൈബിളിന്റെ റൂഫ് എന്ന് ഒരു ചരിത്രകാരൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന 7 മുദ്രകളെ കുറിച്ച് അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 7 മുദ്രകൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ 7 മുദ്രകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? നമുക്കറിയാം, ക്രിസ്തുവിന്റെ കാലം മുതൽ ക്രിസ്തുവിന്റെ 2ാം വരെയുള്ള സമയങ്ങളിൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവങ്ങളെയാണ് പ്രിയമുള്ളവരെ ഈ 7 മുദ്രകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏതെല്ലാമാണ് 7 മുദ്രകളെ കുറിച്ച് നമുക്ക് പഠിക്കാം, നമുക്ക് ചിന്തിക്കാം. 7 മുദ്രകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, 1, ഒരു വെള്ളക്കുതിരയെ കാണുന്നു. 2, ഒരു ചുവന്ന കുതിര. 3, ഒരു കറുത്ത കുതിര. 4, ഒരു മഞ്ഞ കുതിര അല്ലെങ്കിൽ ഒരു വിളറിയ കുതിര. 5ാമത് നമ്മൾ കാണുന്നത് യാഗപീഠത്തിനിടയിൽ നിന്ന് ഉള്ള ആത്മാക്കൾ നിലവിളിക്കുന്നു. ഭൂകമ്പം, അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വീഴുന്നു. 7ാമത്തേത് സ്വർഗത്തിൽ ഉള്ള ഒരു നിശബ്ദത. ഇങ്ങനെ 7 മുദ്രകൾ ആണ് പ്രിയമുള്ളവരെ അവിടെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട്. ഇവിടെ ദൈവം തൻ്റെ ദാസന്മാരെ കാണിക്കുന്ന വെളിപ്പാടുകൾ, പ്രിയമുള്ളവരെ, ആ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടുകളെയാണ് നമ്മൾ അവിടെ എഴുതി അതിന്റെ തലക്കെട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, വേഗത്തിൽ സംഭവിപ്പാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മേലിൽ സംഭവിക്കാനുള്ളത് എന്താണ്? ആ സംഭവിക്കേണ്ടതിനെ കുറിച്ച് ദൈവം തന്റെ ദാസനെ വെളിപ്പെടുത്തുകയാണ്. അതാണ് വെളിപ്പാട്. ചിലത് ഇതിനെ വെളിപ്പാടെന്നാണ് വിളിക്കുന്നത്. വെളിപ്പാടല്ല, വെളിപ്പാടെന്നുള്ളതാണ് കറക്റ്റ് അതിന്റെ പദം എന്ന് പറയുന്നത്, വെളിപ്പാട്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലെ നിരവധി പ്രവചനങ്ങൾ നിവർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് പല പ്രവചനങ്ങളും നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ അത് നിവർത്തിക്കാൻ പോകുന്നതാണ്. എന്നാൽ നമ്മൾ 3 അധ്യായങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഏതൊക്കെ? 1 5-ാം അധ്യായം, 2 6-ാം അധ്യായം, 3 8-ാം അധ്യായം. ഈ 3 അധ്യായങ്ങളാണ് പ്രിയമുള്ളവരെ ഈ മുദ്രകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും ആ കാലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോഴും അപ്പോൾ നടക്കുന്ന ആ സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇവിടെ ആർക്കാണ് ഈ മുദ്രകൾ തുറക്കാൻ കഴിയുന്നത്? അവിടെ ഒരു വലിയൊരു ചോദ്യമുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് ഇത് തുറക്കുന്നത്, ആർക്കാണ് തുറക്കാൻ കഴിയുന്നത്? ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞാടായി ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ സംഭവങ്ങൾ പ്രിയമുള്ളവരെ ഈ മുദ്രകളിൽ ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യേശു മരിച്ചതിന് ശേഷം സൃഷ്ടി മുതൽ പ്രിയമുള്ളവരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാലാവസാനം വരെയുള്ള മനുഷ്യവർഗത്തിന് വേണ്ടി യേശു മരിച്ചു. യേശു ചില പ്രത്യേക ജാതിക്ക് വേണ്ടിയല്ല മരിച്ചത്. ഈ ഭൂമിയിലുള്ള മുഴുവൻ വംശത്തിനും വേണ്ടിയാണ് കർത്താവിൻ്റെ കാൽവരി മരണം. കർത്താവിൻ്റെ കാൽവരി മരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗോത്രത്തിനോ ജാതിക്ക് വേണ്ടിയല്ല, മറിച്ച് ഭൂമിയിൽ ഉള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരണപ്പെട്ടത്. വെളിപ്പാട് പുസ്തകം 5:9 നമ്മുടെ കുറിവാക്യം. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നത്, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുക മാത്രമല്ല, അവിടെ ഒരു പുതിയ ഒരു മനോഹരമായ ഗാനം അവിടെ നമ്മളിവിടെ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞാട് ആരാണ്? കുഞ്ഞാടിനെ കുറിച്ച് പല വിശേഷണങ്ങളും ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. പരമോന്നതനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത് ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
എന്നാൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം ത്യാഗത്തിൽ അനന്തമായ ശക്തി കാണുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ സ്വർഗത്തിൽ നമുക്കറിയാം ലൂസിഫറും മറ്റ് ദൂതന്മാരും അവർക്ക് ആത്മശക്തി കൂടിയപ്പോൾ എന്തെന്നറിയാമോ? അത് അഹങ്കാരത്തിലേക്ക് മാറി. ദൈവത്തിന്റെ മുകളിൽ സിംഹാസനം വെച്ച് വാഴണമെന്ന് പ്രിയമുള്ളവരെ ദൂതന്മാർ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അവർ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. ദൈവം അത് കണ്ടുപിടിച്ചു. ദൈവം അവരെ വെട്ടി താഴെ ഇട്ടു. എഹെസ്കേൽ 11 എഴുതിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഫിലിപ്പിയർ 2:6 നമുക്ക് വായിക്കാം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, യേശു ദാസരൂപമെടുത്തു എന്ന് അവിടെ എഴുതിയിരിക്കുക. അവൻ തന്നെത്താൻ താഴ്ത്തി, എളിമ. അതുപോലെ തന്നെ അവൻ വേഷത്തിൽ മനുഷ്യനായി. യേശുവിനെ വെറും മനുഷ്യനായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശു ഒരു മനുഷ്യൻ അല്ല, മറിച്ച് കാണുമ്പോൾ ഒരു മനുഷ്യൻ, വേഷത്തിൽ മനുഷ്യൻ എന്നാണ് അവിടെ എഴുതിയിട്ട്, വേഷത്തിൽ മനുഷ്യനായി. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അവനെ എല്ലാ നാമത്തിനും മേലായ നാമം, മുകളിലുള്ള നാമം ആയിട്ട് അവനെ പ്രിയമുള്ളവരെ അവന് ഉയർത്തുകയാണ്. കാരണം എന്താ? യേശു തന്നെത്താൻ താഴ്ത്തിയതിന്റെ ഫലമായിട്ട് പ്രിയമുള്ളവരെ അവൻ ഏറ്റവും ഉയർന്ന എല്ലാ നാമങ്ങൾക്കും മേലെയുള്ള നാമം അവൻ ഉയർത്തപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ പുസ്തകം തുറക്കുവാൻ പ്രിയമുള്ളവർ യേശു തന്നെ യോഗ്യൻ എന്നവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. മറ്റാരും ഈ പുസ്തകം തുറക്കുവാൻ അവർക്ക് കഴിയില്ല. യേശുവിന് മാത്രമേ ഈ പുസ്തകം തുറക്കുവാൻ കഴിയൂ എന്ന് അവിടെ വ്യക്തമായി നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ നമുക്കിനി നമ്മൾ ഓരോ മുദ്രകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ മുദ്ര എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, അതാണ് വെള്ളക്കുതിര. വെളിപ്പാട് 6-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 6:2 നമ്മളിങ്ങനെ കാണുന്നു. പുസ്തകത്തിന്റെ ആദ്യ മുദ്ര അത് പൊട്ടിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇതാ ഒരു വെള്ളക്കുതിര, അതിന്മേൽ ഇരിക്കുന്നവൻ അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു. അവന് ഒരു കിരീടം ലഭിച്ചു. അവൻ ജയിക്കുന്നതായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇരിക്കുന്ന ആ വ്യക്തിയുടെ ഒരു ചിത്രം, ഒരു പോർട്രേറ്റ് നമ്മളെ കാണിക്കുകയാണ്. ഇരിക്കുന്നതിനൊരു കിരീടമുണ്ട്, ഇരിക്കുന്നതിനൊരു കയ്യിലൊരു വില്ലുണ്ട്. പ്രിയമുള്ളവർ, നമുക്കറിയാം ഇവിടെ 1-ാം മുദ്രയിൽ ക്രിസ്തു ഒരു ജയിക്കുന്ന ആളിന്റെ ഒരു കിരീടം അവിടെ ധരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവൻ ആ വെളുത്ത കുതിരയുടെ പുറത്ത് അവൻ സവാരി ചെയ്യുക. നമുക്കറിയാം ഈ വെള്ളനിറം എന്തിനാ കുറിക്കുന്നത്? വെള്ളനിറം കുറിക്കുന്നത് വിജയത്തിന്റെയും വിശുദ്ധിയുടെയും റെപ്രസെന്റേഷനാണ്. വിജയവും അതുപോലെ തന്നെ അത് വിശുദ്ധി, പവിത്രത, അതിന്റെ റെപ്രസെന്റേഷനാണ് വെള്ളനിറം എന്ന് പറയുന്നത്. ഇവിടെ പ്രിയമുള്ളവരെ, പുറത്താക്കിയ ലോകത്തിന്റെ മേൽ നമുക്കറിയാം പുറംജാതി എന്ന് പറഞ്ഞ ദൈവത്തെ വിളിക്കാത്തവരെല്ലാം പുറംജാതിപ്പെട്ടവരാ. നമുക്കറിയാം പുറംജാതി ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ആ പുറംജാതി ഇവിടെ സഭയുടെ ഉപദേശത്തെ നമ്മളവിടെ 1-ാം നൂറ്റാണ്ടിലെ ഉപദേശത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. 1-ാം നൂറ്റാണ്ടിലെ ഉപദേശം അതാണ് അപ്പോസ്തോലിക ഉപദേശം. AD 1-ാം നൂറ്റാണ്ട് മുതൽ 325 വരെയുള്ള കാലഘട്ടത്തെയാണ് അപ്പോസ്തോലിക് ഏജ് അല്ലെങ്കിൽ അപ്പോസ്തോലിക കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടം പ്രിയമുള്ളവരെ, അപ്പോൾ ശുദ്ധമായ സുവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ശുദ്ധമായ സുവിശേഷം പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇവിടെ ശുദ്ധമായ സുവിശേഷം അനേക മനുഷ്യരെ ശുദ്ധമായ സുവിശേഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത് റോമർ 1:16 വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കിനും പിന്നെ യവനനും അത് ദൈവത്തിന്റെ ശക്തിയെ കുറിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ കാണാൻ കഴിയുന്നത്? ഹല്ലേലൂയ!
പൗലോസ് പറയാണ്, സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെ ഞാൻ ലജ്ജിക്കുന്നവനല്ല. എന്നാൽ പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? ആ വിശ്വാസം തണുത്തു. പ്രിയമുള്ളവരെ, ആ വിശ്വാസം പോയി. ഹല്ലേലൂയ. ആ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സഭയുടെ ആ ഗതി, സഭയുടെ വിശ്വാസമെല്ലാം അതെ ക്രമേണ പോയി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ 2 തെസ്സലോനി പ്രിയമുള്ളവർ 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, പ്രിയമുള്ളവർ, ആദ്യമേ വിശ്വാസത്യാഗം ഹല്ലേലൂയ സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയും ആയവൻ വെളിപ്പെടും. വിശ്വാസത്യാഗം സംഭവിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല കാലഘട്ടത്തിന് ശേഷം വിശ്വാസത്യാഗം സഭയിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ അടുത്ത ആ മുദ്രയിലേക്ക് നമുക്ക് പോകാം. ആ മുദ്രയിൽ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ കാണാൻ കഴിയുന്ന ഒരു 2-ാമത്തെ മുദ്രയിൽ കാണുന്നത് ഒരു ചുവന്ന കുതിരയാണ്. 1-ാമത്തേത് വെള്ളക്കുതിര, 2-ാമത്തേത് ചുവന്ന കുതിര. വെളിപ്പാട് 6-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവിടെ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ 2-ാം ജീവി അവിടെ പറയുകയാണ്, വന്ന് കാണുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. തീജ്വാലയുള്ള മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയുവാനും മനുഷ്യർ പരസ്പരം കൊല്ലാനും അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് ലഭിച്ചു. പ്രിയമുള്ളവരെ, ആദ്യം നാം കാണുന്ന ആ വെളുത്ത കുതിരയാണ് ഇപ്പോൾ എന്തായിട്ട് മാറിയത്? ഒരു ചുവന്ന കുതിരയായിട്ടത് അതിന് രൂപാന്തരം വന്നിരിക്കുക. ഹല്ലേലൂയ. അതിന്റെ നിറം ചുവപ്പാണ്. ഹല്ലേലൂയ. അതിന്റെ നിറം ചുവപ്പായി മാറി. ആദ്യത്തെ വെള്ളക്കുതിര ശാന്തിയും സമാധാനമായിരുന്നെങ്കിൽ ഇപ്പോൾ 2-ാമത് കാണുന്ന കുതിര ചുവന്ന കളറായിട്ടത് മാറി കഴിഞ്ഞിരിക്കുക. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം പ്രിയമുള്ളവരെ, ലോകത്ത് രക്തച്ചൊരിച്ചിലുകൾ വളരെയധികം ഉണ്ടായി. വിശ്വാസത്തിന്റെ പേരിൽ, ഉപദേശത്തിന്റെ പേരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പല മീറ്റിങ്ങുകൾ ഉണ്ടായി. വിശ്വാസം ത്യാഗം സംഭവിച്ചു. ആർക്കും ഉപദേശം വേണ്ട, വിശ്വാസം വേണ്ട. ഹല്ലേലൂയ. അതിന്റെ ഒക്കെ ഫലമായിട്ടാണ് AD 325 എംപറർ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു നേതാവായി മാറി. അദ്ദേഹം ലീഡർഷിപ്പിലായി. ലോകത്തിലെ ചിതറിക്കിടക്കുന്ന എല്ലാ ക്രിസ്ത്യൻസിനെയും എല്ലാ ക്രിസ്തു അനുയായികളെയും കൂട്ടി യോജിപ്പിച്ച് അദ്ദേഹം ഒരു നേതൃത്വം അവിടെ ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. ചിലതൊക്കെ ഇവിടെ എഴുതി വെച്ചു. ചില പ്രമാണങ്ങളൊക്കെ കൊണ്ടുവന്നു. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പ്രമാണം പാടെ മറിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. അത് അപ്പോസ്തലന്മാർ ഹല്ലേലൂയ യേശുവിന്റെ അടുത്തിരുന്ന് രുചിച്ച് യേശുവിനെ കണ്ട് യേശുവിനെ മനസ്സിലാക്കി അവർ ഫോളോ ചെയ്ത ഉപദേശമാണ്. ആ ഉപദേശം ഹല്ലേലൂയ അത് മാറ്റി മറിഞ്ഞു. കോൺസ്റ്റന്റൈന് ശേഷം അദ്ദേഹം എഴുതി വെച്ച പ്രമാണത്തിന്റെ പേരാണ് നൈസിയൻ പ്രമാണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇവിടെ നമുക്ക് വലിയ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വലിയ ചക്രവർത്തിമാർ, നീറോ ഉണ്ട്, അതുപോലെ ഡയോക്ലീഷ്യൻ ഉണ്ട്. അവരൊക്കെ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ, ഭക്തന്മാരെ അവർ ഉപദ്രവിക്കുവാനും അവർ ഇല്ലാതാക്കുവാനും അവർ നശിപ്പിക്കുവാനും ശ്രമിച്ചു. അനേകരെ ഹല്ലേലൂയ നാടുകടത്തി. അനേകരെ അതുപോലെ തിളയ്ക്കുന്ന എണ്ണയിൽ അവർ ഇട്ടു മുക്കി. ഹല്ലേലൂയ. ബൈബിളുകൾ കത്തിക്കപ്പെട്ടു, ചുരുളുകൾ കത്തിക്കപ്പെട്ടു. ഹല്ലേലൂയ. പീഡനം. ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ അടുത്ത ബിക്കാനർ എന്ന സ്ഥലത്ത് ഒരു കർത്തദാസനെ ശരിക്കും ഉപദ്രവിച്ചു. ഭരിച്ചില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. വടക്കേന്റെ ഇന്ന് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുക. തെറ്റൊന്നും വേണ്ട. ഹല്ലേലൂയ. ക്രിസ്തീയ പീഡനങ്ങൾ പ്രിയമുള്ളവരെ ഇന്ന് ദേശത്തിന്റെ നാനാഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവർ, അപ്പോഴും അവരുടെ വിശ്വാസം തണുത്തില്ല. പ്രതിസന്ധി കൂടി, പ്രശ്നങ്ങൾ കൂടി, പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അവരുടെ വിശ്വാസം തണുത്തില്ല. എന്ത് സംഭവിച്ചു? സഭ വളരാൻ തുടങ്ങി.
പ്രതിസന്ധി കൂടുമ്പോൾ സഭ വളരും. ഹല്ലേലൂയ. അവിടെ ഇവിടെയും സ്കാച്ചറായി പോയ ഭക്തന്മാർ അവിടെ ഇവിടെയും സഭകളെ സ്ഥാപിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ച് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരിച്ചവർ, അടികൊണ്ടവർ, നാട് കടത്തപ്പെട്ടവർ അവരുടെ പ്രാണനെ സ്നേഹിച്ചില്ല. പക്ഷെ ഇന്നത്തെ ആളുകളോ, ഇന്ന് സുഖമാണ് പരിപാടി. ഇന്നത്തെ പേരാണ് കംഫർട്ടബിൾ മിനിസ്ട്രി. ഹല്ലേലൂയ. പേരിന്റെ കൂടെ ഒരു ചെറിയൊരു ഒരു അക്ഷരം കയറ്റി വെക്കും, അതാണ് റെവറന്റ്. ഹല്ലേലൂയ. ഇന്ന് സുഖമാണ്, സുഖസുഷുപ്തിയിലാണ് ഇന്ന് സഭ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അന്നത്തെ ഈ ക്രിസ്തീയ പീഡനയ്ക്ക് ഇരയായവരാരും അവരാരും അവരുടെ പ്രാണനെ സ്നേഹിച്ചില്ല. അവർ സ്വന്തം ജീവിതം നോക്കിയില്ല. അവർ കർത്താവിന് വേണ്ടി അവസാന അവരുടെ ജീവൻ ശ്വാസം വരെയും അവർ കൊടുക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ മുദ്രയാണ് കറുത്ത കുതിര. ഒന്നാമത്തെ വെള്ള കുതിര, 2 ചുവന്ന കുതിര, മൂന്നാമത് നമ്മൾ കാണുന്നത് ഹല്ലേലൂയ കറുത്ത കുതിര. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. ഇവിടെ 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മൂന്നാമത്തെ ജീവി പറയുന്നു, വന്ന് കാണുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കറുത്ത കുതിരയിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു ത്രാസ്, ഒരു തുലാസ് ഉണ്ടെന്ന്. നമുക്കറിയാം, ബേൽസസിന്റെ ഭിത്തിയിൽ ഹല്ലേലൂയ ഒരിക്കൽ ഒരു അശരീരി ഒരെഴുത്ത് വന്നു, ഫാർസീൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇന്ന് പലരോടും ദൈവം കൊടുക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടാ, ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ മെസ്സേജാ. ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇവിടെ നോക്കുക പ്രിയമുള്ളവരെ, കറുത്ത നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? യേശുവിന്റെ വിശ്വാസത്തിന്റെ വിശുദ്ധിയിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ്. പവിത്രതയില്ല, വിശുദ്ധിയില്ല. ഹല്ലേലൂയ. യേശുവിന്റെ ആ വിശ്വാസത്തിൽ നിന്നുള്ള ഹല്ലേലൂയ പേര് ക്രിസ്ത്യാനികളാ, പക്ഷെ വിശ്വാസമില്ല, വ്യതിചലനമാണ്. ഹല്ലേലൂയ. നമുക്കപ്പോൾ ഈ കുതിര ആദ്യം ചെയ്യുന്നത് ഹല്ലേലൂയ ഇതൊരു കറുത്ത കുതിര. ഇത് വിശുദ്ധിയിലും വിശ്വാസവും ആദ്യകാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടം. എന്നാൽ ഇന്നോ കറുപ്പാകുന്ന ദുഃഖവും ദാരിദ്ര്യവും ഇന്നാണിത് കാണുന്നുള്ളൂ. ദുഃഖം മാത്രം, ദാരിദ്ര്യം മാത്രം. പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് വിടുതലില്ല, പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കറുപ്പിന്റെ കുറിക്കുന്നത് എന്തെന്നറിയാമോ? ദുഃഖത്തെയും ദാരിദ്ര്യത്തെയും സങ്കടങ്ങളെയും മാത്രമാണ് ഇത് കുറിക്കുന്നത്. എന്താണ് പ്രിയമുള്ളവരെ തുലാസ്? ഈ ത്രാസിന്റെ പർപ്പസ് എന്താ? ഹല്ലേലൂയ. ഇത് ആത്മീയ ഭക്ഷണത്തിന്റെയും വിശുദ്ധ വചനത്തിന്റെയും പ്രതിനിധീകരിക്കുന്ന ഹല്ലേലൂയ അപ്പത്തിന്റെ ദൗർബല്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇന്ന് ആത്മീയ ഭോജനമില്ല, ആത്മീയ ഭക്ഷണമില്ല. കൺവെൻഷൻ തുടങ്ങുമ്പോൾ ആ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്ല സമയം. അതിനുവേണ്ടി പുതിയ പുതിയ പാട്ടുകൾ എഴുതുന്ന കുറെ വീരന്മാർ, അവർ പാട്ടുകൾ പാടി 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 ഹല്ലേലൂയ ഇരിക്കുന്ന ഭക്തജനങ്ങളെ ആ അത്യുന്നതിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ഉപദേശമോ പ്രസംഗമോ ദൈവവചനമോ ഒന്നും വേണ്ട, അതിൻ്റെ കുറവ് വരുത്തിക്കൊണ്ട് ഹല്ലേലൂയ വാദ്യോപകരണങ്ങളിൽ അതുപോലെ തന്നെ ഗാനങ്ങളിൽ പ്രിയമുള്ളവരെ ഇന്ന് മതിമറന്ന് ക്രിസ്തീയ സഭ പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എല്ലാം ഈ ത്രാസിന്റെ അകത്ത് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തെ തൂക്കുകയാണ്, നമ്മുടെ വിശ്വാസം തൂക്കി നോക്കുകയാണ്. ഒരു പ്രശ്നം വരുമ്പോഴാണ് വിശ്വാസത്തിന്റെ പരിശോധന വരുന്നത്. ഹല്ലേലൂയ. കേരളത്തിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. എവിടെയും യോഗം നടത്താം, എവിടെയും പരിശോധന നടത്താം, ഏത് സഭയിലും പോകാം, എന്തും ചെയ്യാം. പക്ഷെ കേരളം വിട്ടാലോ ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് ഒരു ട്രാക്ട് കൊടുത്താൽ, ഒരു ഹല്ലേലൂയ ഒരു പർച്ചി കൊടുത്താൽ പ്രിയമുള്ളവരെ അത് പിടിക്കപ്പെടും. അങ്ങനെ കേരളം വിട്ടുള്ള സ്ഥിതി ചില ഒരു സംസ്ഥാനത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഇനി ക്രിസ്ത്യാനി ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എല്ലാം തൂക്കി നോക്കാനുള്ള ത്രാസ് ഹല്ലേലൂയ കറുത്ത കുതിരക്കാരന്റെ കയ്യിലുണ്ട്.
പ്രവൃത്തി 20-30 വാക്യം വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് വിശ്വാസത്യാഗത്തെ കുറിച്ച് പറയുന്നു. ചരിത്രത്തിൽ നാം കാണുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ച് പൗലോസ് എടുത്തു പറയുകയാണ്. ഹല്ലേലൂയ. ശേഷം നമ്മൾ കാണുന്നു 200 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഈ വ്യതിയാനം അതിന്റെ ക്ലൈമാക്സിലെത്തി. ഈ വ്യതിയാനം തുടങ്ങിയത് 325 അതിനുശേഷം സഭയുടെ ഹല്ലേലൂയ പല ഗതികൾ, പല ഉപദേശങ്ങൾ, പല വിശ്വാസ പ്രമാണങ്ങൾ ഒക്കെ ഇതിനകത്ത് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കുന്ന പോലെ ചേർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 4ാമത്തെ മുദ്രയിലേക്ക് നമുക്ക് പോകാം. അതൊരു വിളറിയ കുതിര, പെയിൽ, അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ കുതിര എന്ന് വേണം പറയാം. ഹല്ലേലൂയ. ഇവിടെ 4ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വന്നു കാണുക എന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ കണ്ടത് വിളറിയ കുതിരപ്പുറത്ത് ഒരുവൻ ഇരിക്കുന്നു. അവന്റെ പേര് മരണമെന്നാണ്. മഞ്ഞ കുതിരയുടെ പുറത്തിരിക്കുന്നവന്റെ പേരാണ് മരണം. അവന്റെ പേരാ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7-8 വായിക്കുമ്പോൾ പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകൊള്ളുവാൻ അധികാരം ലഭിച്ചു. ഹല്ലേലൂയ. അവന്റെ പേരോ മരണം. അവൻ മഞ്ഞ കുതിര. ഹല്ലേലൂയ. വിളറിയ കുതിരയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇരുണ്ട യുഗം. ഹല്ലേലൂയ. മതപരമായ സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. സത്യങ്ങൾ മറയ്ക്കപ്പെട്ടിരുന്നു. അതുപോലെ അക്കാലത്ത് ഹല്ലേലൂയ നമുക്കറിയാം മതപരമായ അസഹിഷ്ണുത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോസ്തോലിക സഭയ്ക്ക് ശേഷം ഹല്ലേലൂയ പ്രിയമുള്ള പിന്നെ ഉണ്ടായതാണ് കത്തോലിക്ക സഭ. അത് കഴിഞ്ഞുണ്ടായതാണ് പ്രിയമുള്ളവരെ പ്രൊട്ടസ്റ്റാന്റിസം. മാർട്ടിൻ ലൂതർ കൊണ്ടുവന്നത് പ്രൊട്ടസ്റ്റാന്റിസം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പ്രിയമുള്ളവരെ അവിടെ കൊണ്ട് സഭയുടെ ആ ഗതി തീർന്നില്ല. ഇപ്പോൾ ക്രമേണ 1-ാം നൂറ്റാണ്ടിലെ അനുഭവത്തിലേക്ക്, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസത്തിലേക്ക്, 1-ാം നൂറ്റാണ്ടിലെ ഉപദേശത്തിലേക്ക് പ്രിയമുള്ളവരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഭ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് 1-ാം നൂറ്റാണ്ടിലെ അനുഭവം ചിലയിടത്തൊക്കെ ചിലര് മുന്നോട്ട് കടന്നു വരുന്നുണ്ട്. അവർക്ക് മനസ്സിലായി സഭയ്ക്കകത്ത് മാലിന്യം കടന്നു വന്നു, സഭയ്ക്കകത്ത് മിലാവട്ട് കടന്നു വന്നു, സഭയിലെ ഉപദേശ പെശകൾ വളരെയധികം കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. 19-ാം നൂറ്റാണ്ടിന് ശേഷം നമുക്കറിയാം വിവിധ ഭാഗങ്ങളിൽ 1-ാം നൂറ്റാണ്ടിലെ ആ ഉപദേശം, അപ്പോസ്തോലിക ഉപദേശത്തിലേക്ക് പ്രിയമുള്ളവരെ ഇന്ന് പല ഭാഗങ്ങളിലും പല സഭകളും കാണുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ട് മുതൽ ഹല്ലേലൂയ നമുക്കറിയാം വിശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ ഇന്ന് അനേകർ 1-ാം നൂറ്റാണ്ട് മുതൽ അവരുടെ ജീവിതം പ്രാണനെ അവർ വെടിഞ്ഞു. ഹല്ലേലൂയ. 5-ാമത്തെ മുദ്ര പരിശോധിക്കാം. ഹല്ലേലൂയ. ഇവിടെ 5-ാമത്തെ മുദ്ര യാഗപീഠത്തിന് കീഴിൽ നിന്ന് കരയുന്ന ആത്മാക്കളാണ് 5-ാമത്തെ മുദ്ര. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 വാക്യം നമുക്ക് വായിക്കാം. 9-ാം വാക്യം. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും അവർ പറഞ്ഞ സാക്ഷ്യം നിമഹേതുവായും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കിൽ കണ്ടു. അവർ ഉറക്ക നിലവിളിച്ചു. ആത്മാക്കൾ എവിടാ? യാഗപീഠത്തിന്റെ കീഴിൽ. ഹല്ലേലൂയ. വിശുദ്ധനും സത്യവാനുമായ ഹല്ലേലൂയ വിശുദ്ധനും സത്യവാനുമായ കർത്താവേ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തിന് ന്യായവിധി നടത്തി പ്രതികാരം ചെയ്യാതെ എത്രത്തോളം? അപ്പോൾ അവരിൽ ഓരോരുത്തരും ഹല്ലേലൂയ ഒരു വെള്ള നിലയെങ്കിൽ അവർക്ക് ലഭിച്ചു. ഇതെല്ലാം രക്തസാക്ഷികളാ. കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ ജീവൻ കൊടുത്തവരുടെ ആത്മാക്കൾ. നമുക്കറിയാം പഴയ നിയമത്തിൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കായിന്റെയും ഹാബേലിന്റെയും സംഭവകഥയുണ്ട്. ഹല്ലേലൂയ തന്റെ സഹോദരനെ ജ്യേഷ്ഠൻ കൊന്നു. ഹല്ലേലൂയ. കർത്താവ് ദൈവം ചോദിച്ചു, നീ എന്ത് ചെയ്തു? നിന്റെ സഹോദരന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ഹാബേലിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നെന്ന് ദൈവം ആരോട് പറയാണ്? ജ്യേഷ്ഠനാകുന്ന കായിനോട് പറയുക. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നത് പ്രിയമുള്ളവരെ 16-ാം അധ്യായം 20 അതിന്റെ വാക്യത്തിലേക്ക് വരുമ്പോൾ മതവിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെട്ട രക്തസാക്ഷികളും ആ ഒരു ചിത്രം ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണാം. അവരുടെ ആത്മാക്കൾ ഇവിടെ വിശ്വാസത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി നമ്മള് 6-ാമത്തെ മുദ്രയിലേക്ക് പോവുകയാണ്. അവിടെ പറഞ്ഞു വെളിപ്പാട് 6-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളാണ് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഭൂകമ്പം,
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതെ പൊടിഞ്ഞു വീഴുന്നു. ഹല്ലേലൂയ. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തം പോലെയായി. അത്തിവൃക്ഷം ശക്തമായ കാറ്റിൽ കുലുങ്ങുമ്പോൾ അതിന്റെ ഹല്ലേലൂയ അതിന്റെ അവസാനത്തെ അത്തിപ്പഴങ്ങൾ പൊഴിയുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ ഹല്ലേലൂയ ഭൂമിയിൽ വീണു. നക്ഷത്രങ്ങൾ വീണു. അപ്പോൾ ആകാശം ചുരുട്ടുമ്പോൾ ഒരു ചുരുളെന്ന പോലെ പിൻവാങ്ങി. എല്ലാ മലയും ദ്വീപും ഹല്ലേലൂയ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിന്റെ സ്ഥാനത്ത് നിന്നും ഇളകിപ്പോയി. ഇത് നടക്കാൻ പോകുന്നതാ, ഇത് സംഭവിക്കാൻ പോകുന്നതാ. ലോകത്തൊരു ചെറിയ കൊറോണ, ചെറിയ കീട, ചെറിയൊരു പുഴു വന്നപ്പോൾ ലോകം കരഞ്ഞു, ലോകം ഞെട്ടി, ലോകം കുലുങ്ങി. എത്ര പേരാ? അമേരിക്കയിൽ പോലും വേണ്ട 80 ലക്ഷം പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് അറിയുന്നത്. ഇന്ത്യയിൽ ഒട്ടും കുറവൊന്നുമല്ല. ഹല്ലേലൂയ. ഇന്നും പ്രിയമുള്ളവരെ, ഇവിടെ 5 മുദ്രകൾ ഹല്ലേലൂയ നമുക്കറിയാം. അതായത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ ദിവസങ്ങൾ അവസാനിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ പ്രവചനത്തിന്മേൽ ഹല്ലേലൂയ എവിടെയൊക്കെ കാണാൻ കഴിയുന്നത് 6 മുദ്ര ഒരു വലിയ ഭൂകമ്പത്തോടു കൂടി കാണുകയാണ്. വലിയൊരു ഭൂകമ്പം ഇതിവിടെ നടക്കാൻ പോകുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വലിയ ഭൂകമ്പം ഉണ്ടായി. പ്രവചനത്തിന് പറയാനുള്ളത് പ്രവചനം പിശകുകയില്ല. ബൈബിളിൽ പറയുന്നത് പിശകില്ല. ബൈബിളിലെ പ്രവചനം ഒന്നിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതാണ്. എന്ന് നടന്നു. ഇത് 1755 1755 1755 നവംബർ 1-ാം തീയതി പ്രിയമുള്ളവരെ ഹല്ലേലൂയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. ആ സ്ഥലത്തിന്റെ പേരാണ് ലിസ്ബൺ. ആ ലിസ്ബൺ എന്ന മഹാനഗരം 6 മിനിറ്റിനുള്ളിൽ നശിപ്പിക്കപ്പെട്ടു. ചരിത്രത്തിൽ അതിനെ ലിസ്ബൺ എർത്ത്ക്വേക്ക് എന്നാണ് പറയുന്നത്. അത് സംഭവിച്ചത് എന്താണ്? 1755 ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം. ശേഷം ഭൂകമ്പം ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ ഭൂകമ്പം അത്രത്തോളം പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. ശേഷം 1780 മെയ് മാസം 19-ാം തീയതി വലിയ ഇരുണ്ട ദിനമുണ്ടായി. സൂര്യന്റെ നിഗൂഢമായ ഇരുണ്ടുപോകൽ. സൂര്യൻ എന്തെടുത്തു? കത്തിക്കൊണ്ട് സൂര്യൻ, എരിഞ്ഞുകൊണ്ട് സൂര്യൻ പെട്ടെന്ന് അങ്ങ് നിന്നു. ചില LED ബൾബൊക്കെ നിൽക്കുന്ന പോലെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ദൈവം അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. ദൈവത്തിന്റെ കാൽക്കുലേഷൻ, ദൈവത്തിന്റെ പ്ലാൻ. ഹല്ലേലൂയ. പ്രവചനത്തിൽ പറയുന്ന പോലെ പ്രിയമുള്ളവരെ, ശേഷം നമ്മൾ കാണും ചന്ദ്രൻ രക്തനിറമായി. ഹല്ലേലൂയ. ചന്ദ്രൻ രക്തനിറമായി. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ നമ്മൾ ശേഷം 1833 വരാം. 1833 നവംബർ 13-ാം തീയതി ആകാശത്ത് ഹല്ലേലൂയ പോലും ദർശിക്കുവാൻ ഹല്ലേലൂയ വലിയൊരു സംഭവം, വെടിക്കെട്ട് പോലൊരു സംഭവം ഉണ്ടായി. 1833 നവംബർ 13-ാം തീയതി ആകാശം മുഴുവൻ ജ്വലിച്ചു. അവരെ 6-ാം മുദ്രയുടെ ദർശനം ക്രിസ്തുവിന്റെ 2-ാം വരവിലേക്ക്. പ്രിയമുള്ളവരെ, ഇപ്പോൾ എന്താ സംഭവിച്ചത്? അത് ക്രിസ്തുവിന്റെ 2-ാം വരവുമായി ബന്ധപ്പെട്ട് കിടക്കുക. ഹല്ലേലൂയ. 6-ാം മുദ്ര അടയ്ക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഈ യുഗത്തിൽ നിന്നോ ഹല്ലേലൂയ സമയത്തിൽ നിന്നോ അനേകർ പുറത്താക്കപ്പെടും. ഹല്ലേലൂയ. പുറത്താക്കപ്പെടും. നിത്യതയ്ക്കായി നമ്മൾക്ക് ഒരുങ്ങേണ്ടി വരും. ഹല്ലേലൂയ. ചിലരൊക്കെ ഔട്ടാകും. ഹല്ലേലൂയ. ചിലരൊക്കെ പുറത്താക്കപ്പെടും, ചിലരൊക്കെ പിന്തള്ളപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കടന്നു വരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എടുക്കപ്പെടാഞ്ഞാൽ നീ നിലവിളിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മലകളോട് പറക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞങ്ങളുടെ മേൽ വീഴുവീൻ. ഞങ്ങളുടെ മേൽ നിങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ട് ഞങ്ങളുടെ മേൽ വീഴുവീൻ. അതുപോലെ തന്നെ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്തു നിന്നും കുഞ്ഞാടിന്റെ കോപം നിൽക്കും. അതുപോലെ ഞങ്ങളെ മറക്കുവീൻ എന്ന് കരയുന്ന സമയം വരാൻ പോവുകയാണ് ലോകം. ഹല്ലേലൂയ. ലോകത്ത് ആർക്കും പ്രവചിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സംഭവങ്ങൾ പ്രിയമുള്ളവരെ ഇനിയും കടന്നു വരാൻ പോവുകയാ. വെളിപ്പാട് 8-ാം അധ്യായം 1-ലേക്ക് വരുമ്പോൾ അവിടെ 7-ാമത്തെ മുദ്ര നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിൽ നിശബ്ദത. അതെങ്ങനെ സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടാകുന്നേ? ഹല്ലേലൂയ. ഇവിടെ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഏകദേശം അരമണിക്കൂർ നിശബ്ദതയുണ്ടായി. പ്രിയമുള്ളവരെ, എവിടെയാണ് നിശബ്ദത? സ്വർഗത്തിൽ നിശബ്ദതയ്ക്കുള്ള കാരണം എന്താണ്? സ്വർഗത്തിൽ നിശബ്ദതയ്ക്കുള്ള കാരണം ഹല്ലേലൂയ ഇവിടെ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിലെ
7 കാലഘട്ടങ്ങളുടെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി പ്രിയമുള്ളവരെ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ട്രംപ് വന്നപ്പം പറഞ്ഞു, റൊണാൾഡ് ട്രംപ്, ഹല്ലേലൂയ, യെരുശലേമിന്, ഹല്ലേലൂയ, യെരുശലേം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന്. ഇപ്പോഴും ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ട്രംപിനെ കൊണ്ട് ചിലതൊക്കെ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ലോകം ഇന്ന് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഇന്ന് ട്രംപ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയില്ല. പക്ഷെ നമ്മുടെ വിശുദ്ധ ബൈബിളിൽ അതിനുള്ള രേഖകൾ, അതിനുള്ള തെളിവുകൾ, അതിനുള്ള ചിത്രങ്ങൾ ഹല്ലേലൂയ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ സ്വർഗം എല്ലാ ദൂതന്മാരിൽ നിന്നും ഇപ്പോൾ ശൂന്യമായിരിക്കുക. അതാണ് 7ാമത്തെ മുദ്ര. സ്വർഗം നിശബ്ദമായിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൂതന്മാരുടെ പാട്ടുകളില്ല, അവർ നിശബ്ദരായി. ഗായകരില്ല, അവർ നിശബ്ദരായി. മൂപ്പന്മാരില്ല, അവർ നിശബ്ദരായി. എന്താണ് കാരണം? ഹല്ലേലൂയ. ഇവിടെ കർത്താവ് മടങ്ങി തൻ്റെ ഭക്തരെ ചേർപ്പാൻ കടന്നു വരുമ്പോൾ കർത്താവിന്റെ കൂടെ ദൂതന്മാരും കർത്താവിന്റെ കൂടെ ഈ മൂപ്പന്മാരും വിശുദ്ധന്മാരെല്ലാവരും കർത്താവിന്റെ കൂടെ ഇങ്ങോട്ടിങ് വരികയാ. അപ്പോൾ സ്വർഗത്തിൽ പാട്ടില്ല, സ്വർഗം ശാന്തമാണ്, സ്വർഗം നിശബ്ദമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ കടന്നു വരുമ്പോൾ കർത്താവിന്റെ കൂടെ എല്ലാ സകല വിശുദ്ധന്മാരും അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് മടങ്ങി വരുമ്പോൾ അവനോടൊപ്പം സകല വിശുദ്ധന്മാരും ഉണ്ടാകും. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗം കാലിയായി, സ്വർഗത്തിൽ നിശബ്ദത. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവ് ഭൂമിയിൽ വരും. ഹല്ലേലൂയ. തന്റെ ഭക്തരെ വീണ്ടെടുക്കാൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടാൻ സകല വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് വരുമ്പോൾ സ്വർഗം അവിടെ നിശബ്ദമായിരിക്കും. അതാണ് 7ാമത്തെ മുദ്ര. അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഭൂമിയിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവിടെ നമ്മൾ വിശുദ്ധന്മാരുടെ കൂടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, മടങ്ങി വരുമ്പോൾ സ്വർഗം ഇതിന്, ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ പഴയ സ്ഥിതിയിലേക്ക് പിന്നെ ഉണ്ടാകുകയാണ്. ഇവിടെ ഭൂമിയിൽ വിശുദ്ധന്മാരോട് കർത്താവ് കടന്നു വന്ന് തന്റെ മക്കളെ ചേർത്ത് കർത്താവ് മടങ്ങി ചെല്ലുമ്പോൾ വീണ്ടും അവിടെ പഴയ സ്ഥിതിയിലേക്കുള്ള പാട്ടും, ഹല്ലേലൂയ, ആനന്ദവും നൃത്തവും അതുപോലെ തന്നെ സന്തോഷവും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് രാജാവിന്റെ കിരീടധാരണ സമയത്ത് മുഴുവൻ പ്രപഞ്ചവും, ഹല്ലേലൂയ, അവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കുഞ്ഞാടിനെ സ്തുതിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ഗാനത്തിൽ അവരെല്ലാം പാട്ട് പാടുമ്പോൾ നീയും ഒരു പാട്ടുകാരി അല്ലെങ്കിൽ പാട്ടുകാരനാകുമോ? നീയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? നീയും അതിൽ പെടുമോ? അതോ നീ തള്ളപ്പെടുമോ? ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം മൂപ്പന്മാരും വിശുദ്ധന്മാരും പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ അവർ, ഹല്ലേലൂയ, കർത്താവിനോട് കൂടി അവർ സന്തോഷിക്കുമ്പോൾ നീ ആ കൂട്ടത്തിലുണ്ടോ? അതോ നീ പറച്ചിൽ മാത്രമേ ഉള്ളൂ? ഹല്ലേലൂയ. ഇവിടെ കാലം അതിന്റെ 7 മടങ്ങ് ഗതി പിന്നിടുമ്പോൾ അവസാനത്തെ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒന്നിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാട്, ഹല്ലേലൂയ, യോഗ്യൻ എന്ന് പറഞ്ഞൊരു പുതിയ പാട്ട്, ഒരു പുതിയ ഗാനം, ഹല്ലേലൂയ, അവർ പാടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ, ഹല്ലേലൂയ, ഇന്നത്തെ ലൗകിക ഗാനങ്ങളല്ല, മറിച്ച് ഹല്ലേലൂയ, യേശു തന്നെ യോഗ്യൻ, യേശു തന്നെ കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ എന്ന് പറയുന്ന ഗാനം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ രാഗത്തിൽ അവർ പാടും. ഹല്ലേലൂയ. തന്റെ, ഹല്ലേലൂയ, പ്രൈസ്, അവിടെ അതിനകത്ത് ആരൊക്കെപ്പെടുന്നത്? അവിടെ ഗോത്രമില്ല, വംശം, ഗോത്രം, ഭാഷ, ഹല്ലേലൂയ, ജാതി, ഇതിനെല്ലാം അതീതമായി ഒന്നിച്ചു വരുന്ന ഒരു സമൂഹമായിരിക്കും. എല്ലാ ഗോത്രത്തിലും ഭാഷയിലും പെട്ടവർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ വരവ് സംജാതമായി. പ്രിയമുള്ളവരെ, അവൻ വരുമ്പോൾ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിനക്ക് നിന്റെ ജീവിതത്തിന് കുറവുണ്ടോ? നീ പരിശോധിക്ക്. ആ കർത്താവ് നമുക്ക് എതിരേൽക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പാട്ട് തന്നെ ഞാൻ പാടി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജാതിരാജൻ മഹിമയോട്
വാനമേഘത്തിൽ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയന്താൻ വാസം ഒരുക്കാൻ പോയ പ്രിയന്താൻ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാണ്. തന്നെയുള്ള ദൈവമേ സ്വർഗസ്ഥപിതാവേ, നീ കേൾപ്പിച്ച നല്ല വചനത്തെ സ്തുതിക്കുന്നു. കേട്ടുള്ള അനുഗ്രഹം നൽകുവാൻ കർത്താവെ സഹായിക്കണം. നിന്റെ വരവിലേക്ക് അനേകർ ഒരുക്കപ്പെടുവാൻ, ആരും തള്ളപ്പെടാൻ കർത്താവിടെ വരുന്നു പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച സ്തുതി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.